ബൈബിളിൽ സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിലെ 12-ാം അധ്യായത്തെ ആസ്പദമാക്കി ആനുകാലിക സംഭവങ്ങളെ കോർത്തിറക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം ദാവീദിന്റെ മാനസാന്തരം. ഈ തെറ്റ് ചെയ്തവൻ ആരായാലും മരിക്കണം. ആരായവൻ? ആ മനുഷ്യൻ നീ തന്നെ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. 2020 ബെസ്റ്റ് എന്റർപ്രനർ ആൻഡ് എംപ്ലോയർ അവാർഡ് നേടിയ നമ്മളുടെ ചെയർമാൻ മിസ്റ്റർ ഡേവിഡ് അബ്രഹാമിനെ നമ്മളോട് 2 വാക്ക് പറയുവാനായിട്ട് ക്ഷണിക്കുന്നു. ഈ അവാർഡ് എനിക്ക് ലഭിക്കുവാനിടയായത് ദൈവകൃപയാൽ അതുകൊണ്ട് മാത്രമാണ്. അതുപോലെ ദൈവം കരുതി നൽകിയ നിങ്ങളെ പോലെയുള്ള സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് നമ്മുടെ ജനറൽ മാനേജർ ഉമ്മൻ കുര്യൻ, അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥ സേവനം നമുക്ക് ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനായിട്ട് ഇന്നൊരു വൈകിട്ട് ഡിന്നർ പാർട്ടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാവരും ഫാമിലി സഹിതം വന്ന് ചേരണമെന്ന് പ്രത്യേകം പറയുന്നു. My childhood friend, Mr. Jonathan. Oh, hi, Jonathan. Hello. I'm Umman Kurian. Jonathan. Oh, thank you. നീ അവന്റെ വൈഫിനെ ശ്രദ്ധിച്ചോ? എന്നാ ഒരു സൗന്ദര്യം. അവളെ കാണുമ്പോഴാ വീട്ടിലിരിക്കുന്ന ജനലയെടുത്ത് കെട്ടിയിടാന്ന് പറയാം. നീ ഒന്ന് പോയി. ദൈവത്തിന് നിരക്കാത്തതൊന്നും ആലോചിക്കണ്ട. അവളെ കാണുമ്പോ എന്തോ ഒരു ഇത്. നീ അവളെ സ്വന്തമാക്കാൻ ഒരു വഴി പറഞ്ഞാണ്. നീ എന്തൊക്കെയായി പറയുന്നേ? അത് നിന്റെ ജിഎമ്മിന്റെ വൈഫല്ലേ? അവരറിഞ്ഞാൽ അത് പ്രശ്നമാകത്തില്ലേ? ഒന്നുമില്ലെന്നേ. ഞാൻ അതിനൊരു വഴി കണ്ടോണ്ട് നീ വാ. നമ്മുടെ യുഎസിലെ പുതിയ ബ്രാഞ്ച് ഇനാഗ്രേറ്റ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ താങ്കളെ അവിടേക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. സാറേ, ഇവിടെ തന്നെ എടുക്കാൻ വയ്യാത്ത പണിയുണ്ട്. ഇനി അങ്ങോട്ടൊരു യാത്രയ്ക്ക് ഇപ്പം നല്ലൊരു സാലറി ഹൈക്ക് ചെയ്യാൻ തരുന്നു. സാറേ, കാരണം അതല്ല. സാറിനറിയാവല്ലോ, ഞങ്ങൾ രണ്ടുപേരും വീട്ടിലോട്ടില്ല. അവളെ തനിച്ചിട്ടിട്ട് പോവാന്ന് പറയുന്നത് അവൾക്ക് വേറൊരു കമ്പനി ഇല്ല. അതാ സാറേ. നീ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. അവളെ നമ്മളൊന്ന് എൻഗേജ് ചെയ്യിക്കാൻ ഒരു വഴി എന്റെ ഉണ്ട്. എന്താ സാറേ അത്? അവളെ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നമ്മുടെ കമ്പനിയിൽ ഇന്ന് മുതൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഓ, അത് വേണോ സാറേ? നീ ഒന്ന് ടെൻഷൻ അടിക്കണ്ട. നീ പോകാനുള്ള തയ്യാറെടുപ്പെടുത്തിയിട്ട് ഫോർമാലിറ്റി ഒന്നും വേണ്ട. ഷീബ എന്നെ ഒരു ഫ്രണ്ടായിട്ട് ഉണ്ടാകും. ഒരെന്തായാലും പറയാനുണ്ട് എന്റെ ഓഫീസ്. ഷീബയ്ക്ക് ഈ ഡ്രസ് വളരെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. യു ആർ ലുക്കിംഗ് സോ പ്രിറ്റി. Yes, Mr. David. Mr. David, I am Yusuf speaking. എന്റെ കമ്പനിയുടെ പ്രൊജക്ടുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെയായാൽ ഞാൻ എന്റെ പ്രൊജക്ടുകൾ വേറെ കമ്പനിക്ക് കൊടുക്കും. ശിവ, നിങ്ങൾ എത്രയും വേഗം വരാൻ പറയും. ശരി സർ. കേറി വാ. ആനി, ആ യൂസഫിന്റെ പ്രൊജക്ടിന്റെ കാര്യം എന്താ? എത്ര ദിവസമായി ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല? സർ, ഉമ്മൻ സർ പോയിട്ട് 3 വർഷമായി. അതിൽ പിന്നെ ഒരു പ്രൊജക്ട് പോയിട്ട് ഒരു ടൈമിൽ കംപ്ലീറ്റ് ആകും. എന്ത് പറഞ്ഞാലും ഉമ്മനില്ലെങ്കിൽ ഈ കമ്പനിയിലൊക്കെ ഒരു പരിപാടി നടക്കുകയല്ലേ? ആനിയെന്ന് വീട്ടിൽ പോയാലും ഇല്ലെങ്കിലും ഈ പ്രൊജക്ട് മേശപ്പുറത്ത് വെച്ചിട്ട് പോയാൽ മതി. I don't want to hear any excuse at any cost. സർ, പ്ലീസ്. ഇപ്പോൾ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന
പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിട്ട് പോയാൽ മതി. യു ക്യാൻ ഗോ നൗ. ഗെറ്റ് ഔട്ട്. എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ ചെയ്താലും ഒരു നല്ല വാക്ക് പറയാനുള്ള ഒരു മനുഷ്യന് പോലും ഇല്ല. ഇതിൽ ഭേദം മരിക്കുക തന്നെയാണ്. എന്ത് പറ്റി സർ? എനിക്ക് ടെൻഷനാണ്. നീ ടെൻഷൻ അടിക്കാതെ. നിന്റെ മുഖം ഒന്ന് കാണുമ്പോഴേ എന്റെ ടെൻഷൻ ഒന്ന് പോകും. ആകെ പ്രശ്നമായല്ലോ. എന്താ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ. നിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ആനിയില്ലേ, ആനി അവൾ സൂസൈഡ് ചെയ്തു. ഛേ, നീ എന്താ പറയുന്നത്? വർക്ക് പ്രഷർ ആണെന്നാ പറയുന്നത്. എന്ത് വർക്ക് പ്രഷറോ? ഇതിനി ആകെ പ്രശ്നമോ? ചാനലുകാരെല്ലാരും ഏറ്റെടുത്തിട്ടുണ്ട്. നിന്റെ ബിസിനസിനെ ഇത് ബാധിക്കും. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ തന്നെ. ഞാനോ? ഓ, ഇവിടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഈ പറയുന്നത്? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നീ ഇവിടെ കാണിച്ചു കൊടുക്കുന്ന എല്ലാ വൃത്തികേടുകളും എന്റെ മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി നീ നോക്കിക്കോ. നിന്നെ ഞാൻ കുത്തുപോലെ എടുപ്പിക്കണോ? ഈ BJP ആണ് കാണിച്ചു തരാം. എന്തുവാടാ ഇതൊക്കെ? ഇപ്പൊ തന്നെ നിന്റെ ബിസിനസ് പകുതി നഷ്ടത്തിലാണ്. എടാ, തെറ്റ് പറ്റിപ്പോയി. ഒരു വഴി നീ പറഞ്ഞ ഞാൻ അന്നേ പറഞ്ഞതാ, ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യരുത്. എല്ലാം ആ മുമ്പന്റെ ശാപമാണ്. ശരിയാ. പക്ഷേ ഈ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എനിക്കൊരു വഴി പറഞ്ഞ പ്ലീസ്. നീ ആദ്യം നീ ചെയ്തു കൂട്ടിയ പാപത്തിന് ദൈവത്തിനോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ നിന്റെ സ്റ്റാഫിനോട്. അതിനുശേഷം ആ ആനിയുടെ വീട്ടിൽ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ നീ രക്ഷപ്പെടും. ഉറപ്പാണോ? രക്ഷപ്പെടുമോ? അതെ, നമ്മുടെ ദൈവം നിന്നെ കൈവിടില്ല. എന്റെ കർത്താവേ, എന്നോട് പൊറുക്കണമേ. നീ ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട. ഇപ്പൊ തന്നെ ഈ ഫോൺ എടുത്ത് ആ മുമ്പനെ ഒന്ന് വിളിക്കും. ഹലോ ഉമ്മൻ, ഇവിടെ നടക്കുന്നൊക്കെ നീ അറിയുന്നുണ്ടല്ലോ. നീ എത്രയും വേഗം നാട്ടിലോട്ട് തിരിച്ചു വരണം. നീ വന്നിട്ട് വേണം ആ ആനിയുടെ വീട്ടിൽ നിന്ന് പോകാൻ. നമുക്ക് എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്യണം. പ്ലീസ് ദയവായി നാട്ടിലോട്ട് തിരിച്ചു വരും. Dear ladies and gentlemen, a warm welcome to all of you. 2024 Best Businessman Award നേടിയ Mr. David Abraham നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. Let's welcome Mr. David Abraham. Thank you. Good evening all of you. വളരെ നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 3 വർഷമായി എന്റെ കമ്പനി നഷ്ടത്തിലായിരുന്നു. അതിൽ നിന്ന് ലാഭത്തിലാകുവാൻ ഞാൻ എന്റെ ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ചു. ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടുള്ള ഒരു തെറ്റായ ജീവിതമായിരുന്നു. അവിടെ നിന്ന് എനിക്കുണ്ടായ മാനസാന്തരം ദാവീദ് രാജാവിനുണ്ടായ പോലൊരു മാനസാന്തരം. ഞാൻ എന്റെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്ക് ഉത്തരവരില്ലേ. എന്റെ ജീവിതം നിങ്ങൾക്കൊരു പാഠമാണ്. ദൈവത്തെ മറന്ന് ജീവിക്കാതിരിക്കുവാനുള്ള വലിയ പാഠം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലോ ജീവിതത്തിൽ സർവ